Hi students. Last day കൊണ്ട് നമ്മുടെ first module complete ആയിട്ടുണ്ട്. Today we are starting our new module number 2, law relating to factories. അതിൽ വരുന്ന approval, licensing and registration of factories, provisions regarding the health, safety and welfare of workers, working hours, employment of women and young persons, annual leave with wages. ഈ കാര്യങ്ങളൊക്കെയാണ് laws relating to factories ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഇനി വരുന്നതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇതിലെല്ലാം നമ്മൾ സെഷൻസ് വെച്ചിട്ടാണ് ഓരോ ലോസ് പഠിക്കുന്നത്. സോ യു ഷുഡ് സ്റ്റഡി വാട്ട് ആർ ദ സെഷൻസ്, വാട്ട് ഈസ് ദ ലോ ആൻഡ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ലോ. എന്തൊക്കെയാണ് ആ ലോയിൽ പറഞ്ഞിരിക്കുന്നത്, ആ ലോയുടെ സെഷൻ്റെ നെയിം, ദറ്റ് ഈസ് നമ്പർ, എല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും പഠിക്കണം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻസ്. ഫസ്റ്റ്, ബിഫോർ ഗോയിങ് ഇൻ ടു ദ ലോ, നമ്മൾ നോക്കേണ്ടത് എന്താണ് ഫാക്ടറി ആക്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫാക്ടറി ആക്ട് വന്നിരിക്കുന്നത്. ദീസ് ആർ ഡിസ്കസ്. ഫസ്റ്റ്, ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിഗാർഡിംഗ് ദ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ ഫാക്ടറീസ്. ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തൊക്കെ ലോസാണ്, അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ, അവരെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാൻ, അവരുടെ റൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്ടറീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ ആൻഡ് അപ്ലൈസ് ടു എവറി ഫാക്ടറി വെറിൻ 20 or more വർക്കേഴ്സ് ആർ ഓർഡിനറി എംപ്ലോയ്. 20 കൂടുതലോ എംപ്ലോയീസ് ഉള്ള എല്ലായിടത്തും ഫാക്ടറീസ് ആക്ടിനനുസരിച്ചായിരിക്കണം ഒരു ഫാക്ടറി വർക്ക് ചെയ്യേണ്ടത്. It is to safeguard the interest of the workers and protect them from exploitation. എപ്പോഴും വർക്കേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ സേഫ് ഗാർഡ് ചെയ്യാൻ, അവരുടെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറി ആക്ട് യൂസ് ചെയ്യുന്നത്. അവരെ ഒരിക്കലും ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ, അവരുടെ വർക്കിംഗ് അവേഴ്സ് കൂട്ടിയെടുക്കാനോ അതൊന്നും സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറീസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The act prescribes certain standards with regard to safety, welfare, working hours of workers apart from other provisions. കുറേ പ്രൊവിഷൻസിനെതിരെ അനുസരിച്ച് നമ്മൾ ഫാക്ടറി ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻലി ഇത് നോക്കുന്നത് സേഫ്റ്റി, വെൽഫെയർ ആൻഡ് വർക്കിംഗ് അവേഴ്സ് ഓഫ് വർക്കേഴ്സ് ആയിരിക്കും. ദിസ് ഈസ് വാട്ട് ഇസ് ഡിസ്കസ് ഇൻ ദി കമ്മിങ് ലെക്ചേഴ്സ്, ഫാക്ടറി ആക്ട്. നൗ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫാക്ടറി ആക്ട്? It safeguards interest of workers and regulate conditions of work. It was discussed. Second, Act was given assent and consent of Governor General of India on 23rd September and came to force on 1st April 1949 and later amended in 1950, 1951 and 1952. ഇതാദ്യം ഇതിന് അസെൻറ്റ് ആൻഡ് കൺസെൻറ്റ് കൊടുത്തത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഓൺ 23rd September 1948. Then it came into force on 1st April 1949 and later അതിന് കുറേ അമെൻമെൻറ്റ് എടുത്തു, കുറേ മാറ്റങ്ങൾ വരുത്തിയതിനനുസരിച്ച്. ദാറ്റ് ഈസ് ഇൻ 1950, 1951 ആൻഡ് 1954. ഈ 3 വർഷം കുറച്ച് അമെൻമെൻറ്റ്സ് ഫാക്ടറി ആക്ടിൽ വന്നു. ദെൻ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി ഫാക്ടറി ഇൻ വിച്ച് 10 or more persons are working. 10 കൂടുതലോ ആൾക്കാരുള്ളിടത്ത് ഫാക്ടറി ആക്ട്സ് ആപ്ലിക്കബിൾ ആണ്. It protects the workers from unduly long hours of manual work. മാനുവൽ വർക്ക് അൺഡ്യൂലി ലോങ് അവേഴ്സ് വരുത്താതിരിക്കാൻ വേണ്ടി, അതിൽ നിന്ന് ലേബേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറി ആക്ട് വന്നത്. ടു പ്രൊവൈഡ് ഹെൽത്തി ആൻഡ് സാനിറ്റേഷൻ കണ്ടീഷൻ. ഹെൽത്തി ആൻഡ് സാനിറ്റേഷൻ കണ്ടീഷൻസ് എപ്പോഴും ഒരു ഫാക്ടറിയിൽ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഫാക്ടറി ആക്ട് വന്നത്. ടു ടേക്ക് നെസസറി മെഷേഴ്സ് ഫോർ വർക്കേഴ്സ് സേഫ്റ്റി. ടു ചെക്ക് ആൻഡ് റെഗുലേറ്റ് റോ ത്രൂ ഇൻസ്പെക്ഷൻ. കുറേ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യും. സോ ത്രൂ ദ ഇൻസ്പെക്ഷൻ വി ക്യാൻ നോ വാട്ട് ആർ ദി ഡിഫക്ട്സ് ഇൻ ദി ഫാക്ടറി. സോ ഇതെല്ലാം ചെക്ക് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറി ആക്ട് വന്നത്. ടു ചെക്ക് ദ പ്രൊവിഷൻ ഓഫ് ലീവ് വിത്ത് വേജസ്. വേജസ് ഉള്ള ലീവിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻ, ഇതെല്ലാം ഫാക്ടറി ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദീസ് ആർ ദി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടറി ആക്ട്. നൗ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കണം. ഏതൊക്കെ സെഷനാണ്, സെഷൻ്റെ പേരെല്ലാം പഠിക്കണം. ഫസ്റ്റ് ഡെഫിനിഷൻ ഫാക്ടറി തന്നെ. ഫാക്ടറി ആക്ടിലെ ഫാക്ടറി. ഫാക്ടറി ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെഷൻ 2 ഓഫ് M. That is section 2M. Factory is any premise wherein 10 or more
persons are working or were working on a day of the preceding 12 months and in which a manufacturing process is going on using electricity, steam, oil, etc. ഇതിനെയാണ് നമ്മൾ ഫാക്ടറി എന്ന് പറയുന്നത്. ഡെഫിനിഷൻസ് അതേപോലെ തന്നെ പഠിക്കേണ്ടതാണ്. സോ എനി പ്രൈസ് വെരിൻ 10 or more persons are working or were working on a day of the preceding 12 months. 12 മാസത്തോളം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 10 അതിൽ കൂടുതലോ ആൾക്കാരുള്ളത് ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇലക്ട്രിസിറ്റി, സ്റ്റീം ഓർ ഓയിൽ വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൈസിനെ നമുക്ക് ഫാക്ടറി എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെഷൻ 2M. ഫാക്ടറി അല്ല എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന കുറച്ചാണ്. ഫസ്റ്റ് വൺ, മൈൻസ്. സെക്കൻഡ്, മൊബൈൽ യൂണിറ്റ് ഓഫ് ആംഡ് ഫോഴ്സസ്. തേർഡ്, റെയിൽവേ റണ്ണിംഗ് ഷെഡ് ഓർ ഹോട്ടൽ. ഫോർത്ത്, റെസ്റ്റോറൻറ്റ്. ഇതിനെയൊന്നും നമുക്ക് ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല. ദിസ് ഇസ് വാട്ട് ഇസ് ഡിസ്കസ്ഡ് ഇൻ ഫാക്ടറി ആക്ട്. നൗ വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ബീയിങ് എ ഫാക്ടറി. ഒരു ഫാക്ടറി എന്ന സെഷൻ 2M ഡിസ്കസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് ഇത് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, പ്രിമൈസ് ഓഫ് എ ഫാക്ടറി ഇൻക്ലൂഡ്സ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടായിരിക്കണം ആ പ്രിമൈസിൽ. സെക്കൻഡ്, എ ക്യാൻറ്റീൻ intended for the workers in a factory and within the business premise is a part of a factory. ഒരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അതിനെയും നമുക്ക് ഫാക്ടറിയുടെ പാർട്ടായിട്ട് പറയാം. When 7 persons employed permanently and 3 people employed temporarily in repair the part of a machinery but the manufacturing process going on, it is a factory. Manufacturing process നടക്കുന്നുണ്ട്, 7 പെർമനൻറ്റും 3 ടെമ്പററി ആണെങ്കിൽ it is a factory. Sold works which consists merely of open trenches of large area of land with some temporary shelters also comes under the definition of factory. That is, നമ്മൾ ടെമ്പററി ഷെഡിനുള്ളിലാണ് ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത്. ഇപ്പോൾ സോൾട്ടിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ട്രെഞ്ചസിൽ നിന്നാണ് ഏരിയ, ഓപ്പൺ ഇങ്ങനെ ലാൻഡിൽ നിന്നായിരിക്കും നമ്മൾ സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളതിനെ വരെ നമുക്ക് ഫാക്ടറി എന്ന് പറയാം. എ ഫാക്ടറി മസ്റ്റ് ഒക്കുപ്പൈ എ ഫിക്സഡ് സൈറ്റ് ഓർ പ്രിമൈസ്. ഒരു ഫിക്സഡ് സൈറ്റ് അല്ലെങ്കിൽ പ്രിമൈസ് ഉള്ളതിന് നമ്മൾ ഫാക്ടറി എന്ന് പറയുന്നത്. ദീസ് ആർ ദ കണ്ടീഷൻസ് ഫോർ എ ബീയിങ് എ ഫാക്ടറി. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്. ഫസ്റ്റ് ആയിരുന്നു സെഷൻ 2M ഫാക്ടറി. അപ്പോൾ അതെന്തിനൊക്കെയാണ് ആപ്ലിക്കബിൾ അല്ലാത്തത്. സിമിലർലി വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദ ഫാക്ടറി, ഇറ്റ് വാസ് ഡിസ്കസ്ഡ് ഇൻ ദി ഫസ്റ്റ് സെഷൻ, ദാറ്റ് ഈസ് സെഷൻ 2M. Then in session 2K, the process of manufacture is discussed. What are the process of manufacturing? Making, altering, repairing, finishing, packing, washing, cleaning or otherwise treating a substance for its use, sale, transport or disposal, etc. is called manufacturing. Similarly, dumping oil, water or sewage, or generating, transforming or transmitting power, or composing types of printing for letterpress, lithography, photogrammetry or other similar process of book binding, or constructing, reconstructing, repair, refitting, finishing or breaking up of a ship or a vessel, preserving or storing an article in cold storage. ഇതിനെയൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാനുഫാക്ചറിങ് പ്രോസസ് ഡിസ്കസ്ഡ് ഇൻ ദ സെഷൻ 2K. സോ സം ഓഫ് ദ ഇൻഡസ്ട്രീസ് നമ്മൾ പറയുകയാണെങ്കിൽ സോൾട്ട് മാനുഫാക്ചറിങ്, ഗിന്നിങ് ആൻഡ് പ്രസ്സിങ് കോട്ടൺ, ബോട്ടിലിംഗ് ഓഫ് ലിക്വിഡ്, ഷീറ്റ് മേക്കിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടറീസിനെയും നമുക്ക് പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദീസ് ആർ സം ഓഫ് ദി പോയിൻറ്റ്സ്. ദാറ്റ് ഈസ് എന്തിനൊക്കെയാണ് നമ്മളൊരു പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നതെന്നാണ് ഈ 6 പോയിൻറ്റ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ third session is worker. Who is a worker? A person employed directly or through an agency, whether for wages or not, in any manufacturing process or in cleaning any part of the machinery or premise used for a manufacturing process. ഒരു വർക്കർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഏജൻറ്റ് വഴി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ. അയാൾക്ക് വേജസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ബട്ട് ഹി വിൽ വർക്ക് ഇൻ എ മാനുഫാക്ചറിങ് പ്രോസസ് in a cleaning part of a machinery or premise used for the manufacturing process. അങ്ങനെയുള്ള ആരെയും നമുക്ക് വർക്കറായിട്ട് പറയാം. സോ എ വർക്കറിനെ തന്നെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് അഡൾട്ട്. സെഷൻ 2A മീൻസ്
that is adult means a person who has completed 18 years of age. That is സെഷൻ 2A അഡൾട്ടിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് as a person who has completed 18 years of age. Next, the adolescent. അത് 2B ആണ്. A adult, 2A adult, 2B adolescent. It means a person who have completed 15 years of age but not 18 years. 15 to 18 ഇടയിൽപ്പെട്ടവരെയാണ് നമ്മൾ അഡോളസെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സെഷൻ 2B. Then section 2C describes child as who has not completed 50 years of age. 15 വയസ്സ് പൂർത്തിയാക്കാത്തവരെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. That is in section 2C. Next, young person. That is section 2D. Means a person who is either a child or an adolescent. That is a person under the age of 18 years. അതിനെയാണ് young person എന്ന് പറയുന്നത്. So a worker classify ചെയ്തിരിക്കുന്ന adult, adolescent, child and young person. 2A, B, C, D. Adult, adolescent, child and young person. Next, the period of duration. Period of duration of workനെ നമ്മൾ പല രീതി 3 രീതിയിലാണ് എടുക്കുന്നത്. calendar year, day and week. calendar year സെഷൻ 2BB ലാണ് calendar year മെൻഷൻ ചെയ്തിരിക്കുന്നത്. It means the period 12 month beginning from 1st January in any year. 1st January തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 12 months. That is calendar year. Second, day. That is in 2E, section 2E. Means a period of 24 hours starts at midnight. ഒരു മിഡ്നൈറ്റ് തൊട്ട് പിന്നെയുള്ള നെക്സ്റ്റ് മിഡ്നൈറ്റ് വേണ്ടിയുള്ള അവർ. That is the 24 hours. That is a day. It is mentioned in the section 2E. Next, week. Section 2F. Means a person of 7 days starts on Saturday midnight or such other nights approved in writing by the Chief Inspector of Factories. ഒരു പീരീഡ് ഓഫ് 7 days. അത് ഒരു സാറ്റർഡേ മിഡ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേ മിഡ് നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിസൈഡ് ബൈ ദി ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ്. അതിനെയാണ് വീക്ക് എന്ന് പറയുന്നത്. നോർമലി ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം സാറ്റർഡേ മിഡ് നൈറ്റ്. ബട്ട് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറിക്ക് വേണമെങ്കിൽ സാറ്റർഡേ അല്ലാതെ ഇപ്പോൾ ഫ്രൈഡേയോ വല്ലതും അതേപോലെ മിഡ് നൈറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും വീക്കാക്കി പറയാം ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട്. ദിസ് ഇസ് ഡിസ്കസ് ഇൻ ദ പീരീഡ് ഓർ ഡ്യൂറേഷൻ. calendar year, day and week. Calendar year section 2BB, day in section 2E and week in section 2F. The aid of power or human for motion. അത് പവർ, പ്രൈം മൂവർ, ട്രാൻസ്മിഷൻ മിഷനറി ഇതൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പവർ ഇൻ ദ സെഷൻ 2G. Electrical energy or any other form of energy mechanically transmitted and is not generated by human or animal agencyനെയാണ് നമ്മൾ പവർ എന്ന് പറഞ്ഞത്. ഇലക്ട്രിക്കൽ എനർജി ആവാം അല്ലെങ്കിൽ ഏതൊരു ഫോം ഓഫ് എനർജി ആയിരിക്കാം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ജനറേറ്റഡ് ബൈ ഹ്യൂമൻ ഓർ ആനിമൽ ഏജൻസി. ഇറ്റ് ഈസ് കോൾഡ് പവർ ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 2G. എഫ് ആയിരുന്നു നമ്മൾ വീക്ക് പറഞ്ഞത്. G is power. Second, 2GH, prime mover. It means any engine, motor or other appliance which generates or otherwise provide power. അത് ഒരു എൻജിനാവാം, മോട്ടറാവാം അല്ലെങ്കിൽ എന്തൊരു അപ്ലയൻസും ആവാം വിച്ച് ഷുഡ് പ്രൊവൈഡ് പവർ. നെക്സ്റ്റ് 2I. G കഴിഞ്ഞു, H കഴിഞ്ഞു, ഇനി I. ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ മെഷീനറി. എനി ഷാഫ്റ്റ്, വീൽ, ഡ്രം or pulley, system of pulleys, coupling, clutch, driving belt or the appliance or device by which the motion of a prime mover is transmitted to or received by any machinery or appliance. ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ പ്രൈം മൂവറിൽ കൂടെ പവർ കിട്ടണ്ടേ, പവർ പ്രൊവൈഡ് ചെയ്യാൻ ഒരു ട്രാൻസ്മിഷൻ ഒരു മെഷീൻ വേണ്ടേ. ഇറ്റ് ക്യാൻ ബി എ ഷാഫ്റ്റ്, വീൽ, ഡ്രം ഓർ പുള്ളി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പുള്ളി അല്ലെങ്കിൽ കപ്ലിംഗ് അല്ലെങ്കിൽ ക്ലച്ച്. ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ മെഷീനറിന്ന് മെൻഷൻ ചെയ്തത്. ഇറ്റ് ഈസ് ഇൻ സെഷൻ 2I. നെക്സ്റ്റ്, what is machinery, and it is discussed in the session 2J. I vare കഴിഞ്ഞു. So from A it was started. A is adult, B adolescent, C child, D young person. In calendar year BB,
D കഴിഞ്ഞു. ഇനി E day, F week, G power, H prime mover, I transmission machinery, and now J, it is machinery. Machinery includes prime movers like engine or motor, transmission machines like shaft, wheel, drum, pulley, belt, etc. and all other appliances where any power generated, transformed or transmitted. ഇങ്ങനെയുള്ള എന്തിനേയും നമുക്ക് മെഷീനറി എന്ന് പറയാം. Next one, the occupier of factory. Occupier of factory is mentioned in the session 2N. Occupier is a person who has ultimate control over the affairs of factory and where the said affairs are entrusted to a managing agent. Such agent will be considered as the occupier of the factory. ആരായിരിക്കും occupier of the factory? ഒരു ഫാക്ടറിയുടെ കംപ്ലീറ്റ് അഫയേഴ്സിൻ്റെ മേലെ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ള ഒരാളെയാണ് നമ്മൾ ഒരു ഒക്കുപ്പയർ ഓഫ് ഫാക്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു മാനേജിങ് ഏജൻ്റ് ആയിരിക്കും. എല്ലാ അഫയേഴ്സും അയാൾക്കായിരിക്കും ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹി ക്യാൻ ബി കോൾഡ് ആസ് ആൻ ഒക്കുപ്പയർ. Occupier may be a firm or an association of individuals. He may be an owner, leasee or licensee but must have the right to occupy the property and dictate the terms of management. അയാൾക്കൊരു ഓണർ ആവാം, ലീസി ആവാം, അല്ലെങ്കിൽ ലൈസൻസ് ചെയ്യാം. പക്ഷേ അയാൾക്ക് റൈറ്റ് ഉണ്ടായിരിക്കണം ആ പ്രോപ്പർട്ടീൻ്റെ മേലെ. അതിൻ്റെ ടേംസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റി ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള പവറും ഉണ്ടായിരിക്കണം ഒക്കുപ്പയറിന്. നെക്സ്റ്റ്, റിലേ ആൻഡ് ഷിഫ്റ്റ്. ഇറ്റ് ഈസ് ഡിസ്കസ് ഇൻ ദ സെഷൻ 2R. 2N ആയിരുന്നു ഒക്കുപ്പയർ N. റിലേ ആൻഡ് ഷിഫ്റ്റ് R അല്ലേ. സോ ഇറ്റ് ഈസ് സെഷൻ 2R. It means where the work of the same kind is carried out by two or more set of workers working during different periods of a day. Each of such set is called relay and each of such period is called shift. ഇപ്പോൾ കുറേ വർക്കേഴ്സ് ഇങ്ങനെ ഒരു സെറ്റ് 1 or 2 സെറ്റ്സ് ആയിട്ട് പല പീരീഡിലാണ്, ഒരു ദിവസം പല പീരീഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പല പീരീഡിനെ നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയും. നോർമലി നമ്മൾ പറയാറുണ്ട് അത് ഒരു മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്, നൂൺ ഷിഫ്റ്റ് ഉണ്ടെന്ന്. സോ ദാറ്റ് ഈസ് ദ 3 sessions in one single day. And that sets of people, അവരെയാണ് നമ്മൾ റിലേ എന്ന് പറയുന്നത്. This is mentioned in the session 2R. Next, the reference to the time of day, which is mentioned in the session 3. അപ്പോൾ നമ്മൾ 2 സെഷൻ കഴിഞ്ഞു, സ്റ്റാർട്ടിങ് ഫ്രം A and ending in R. ഇനി സെഷൻ 3 ആണ്, ദാറ്റ് ഈസ് റെഫറൻസ് ടു ടൈം ഓഫ് ഡേ. ആസ് പെർ ദ ആക്ട്, the time of day reference to IST being half an hour ahead of GMT. IST ക്ക് അനുസരിച്ചാണ് നമ്മുടെ ഡേ ടൈം. പ്രൊവൈഡഡ് ദാറ്റ് ഫോർ any area in which IST is not ordinarily observed, the state government of such place make rule for specifying the area, defining the local mean time ordinarily observed, permitting such time to be observed in all and any of the factories used in the area. Normally അത് ചെയ്യുന്ന ISDയിലാണ്. If the government is having some other decision, they can also make. ISDക്ക് അനുസരിച്ച് പോകുന്നൊരു ഏരിയ അല്ലെങ്കിൽ ടോട്ടലി സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യാം. This is discussed in the reference to time of day. Next, moving on to the approval, licensing and registration of a factory. Before starting a factory, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. Which are they? First one, permission. Take permission of the state government or chief inspector in writing for the site on which the factory is to be made. എവിടെയാണോ ഫാക്ടറി ഉണ്ടാക്കേണ്ടത് അവിടേക്കുള്ളൊരു പെർമിഷൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ ചീഫ് ഇൻസ്പെക്ടറിലൊന്നോ വാങ്ങേണ്ടതാണ്. ഇൻ റൈറ്റിങ്ങിൽ തന്നെ നമ്മൾ ആ പെർമിഷൻ ചെയ്യണം. സെക്കൻഡ്, ഗെറ്റ് ദ ഫാക്ടറി പ്ലാൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻ അപ്രൂവ്ഡ് ബൈ ദി ഇൻസ്പെക്ടർ ഓഫ് ഇൻഡസ്ട്രി. ഇൻസ്പെക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ചെക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫാക്ടറി പ്ലാൻസും സ്പെസിഫിക്കേഷനും കിട്ടണം. നെക്സ്റ്റ്, പേ ദ നെസസറി ഫീസ് ആൻഡ് ഗെറ്റ് ദ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് ഓഫ് ദി ഫാക്ടറി. നെസസറി ഫീ അടച്ച് നമ്മൾ അതിനുള്ള ലൈസൻസ് വാങ്ങണം ഫാക്ടറിക്കുള്ള. നെക്സ്റ്റ്, if on any application sent to the government authority by registered post, no order is communicated to the applicant within 3 months from the date of submission, the permission applied for in the said application shall be deemed to have been granted.
നമ്മൾ ആ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തു, ബട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 3 മാസത്തിനകം ഒരു ഓർഡറും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻ ഗ്രാൻറ്റഡ് ആയി എന്നാണ്. ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി ഗ്രാൻറ്റഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഡീംഡ് ടു ബി ഗ്രാൻറ്റഡ്. നെക്സ്റ്റ്, where a state or chief inspector refused to grant permission to the site. ഇനി എനി കേസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചീഫ് ഇൻസ്പെക്ടർ അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഫാക്ടറി ആയിരിക്കാം. ചിലപ്പോൾ പുതിയൊരു ഫാക്ടറി ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ പഴയൊരു ഫാക്ടറി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിരിക്കും. ഇതിനൊക്കെ ഒരു എതിര് പറയുകയാണെങ്കിൽ ദ ആപ്ലിക്കൻറ്റ് മേ വിത്തിൻ 30 days ഓഫ് ദ ഡേ ഓഫ് സച്ച് റെഫ്യൂസൽ അപ്പീൽ ടു ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ 30 ദിവസത്തിനകം നെക്സ്റ്റ് ഒരു റെഫ്യൂസൽ അപ്രൂവൽ കൊടുക്കാൻ പറ്റും. ദീസ് ആർ ദി അപ്രൂവൽ, ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫാക്ടറി. Next, what is the notice by the occupier? First, we have discussed who is an occupier of the factory in the session 2N. Occupier ആരാന്ന് പറഞ്ഞു, എല്ലാ അഫയേഴ്സിലും ഒരു കൺട്രോളുള്ള ഒരാളായിരിക്കും occupier. He can be a firm or an association of individuals പറഞ്ഞു. അയാൾക്ക് ഫുൾ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. And now, the notice by the occupier is mentioned in the session 7.1. An occupier should at least 15 days before he occupies or uses any place or premise as a factory send to chief inspector a written notice containing the following. 15 ദിവസം, അറ്റ്ലീസ്റ്റ് 15 ദിവസം മുമ്പ് ഒരു ലിസ്റ്റ് ഓഫ് വാട്ട് ഇസ് എ റിട്ടൺ നോട്ടീസ് കൊടുക്കണം ആർക്ക്, ചീഫ് ഇൻസ്പെക്ടറിന്, വിച്ച് ഇൻക്ലൂഡ്സ് ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഒക്കുപ്പയർ ആൻഡ് ദി ഫാക്ടറി. ഫാക്ടറിയുടെ പേരും അയാളുടെ പേരും അഡ്രസ്സുമായിട്ട് കൊടുക്കണം. നെക്സ്റ്റ്, നെയിം ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ്, എന്ത് പ്രോസസ്സാണ് ആ ഫാക്ടറിയിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഷുഗർ ഇൻഡസ്ട്രി ആണെങ്കിൽ ഷുഗർ പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ സോൾട്ട് ആണെങ്കിൽ സോൾട്ട് പ്രോസസ്സിംഗ് ആണ്, സോപ്പ് ആണെങ്കിൽ സോപ്പ് പ്രോസസ്സിംഗ് ആണ്, അങ്ങനെയുള്ള ഏത് പ്രോസസ്സാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ക്യാരിഡ് ഓൺ ദ ഫാക്ടറി ഡ്യൂറിങ് ലാസ്റ്റ് 12 months ഫോർ എക്സിസ്റ്റിംഗ് ഫാക്ടറി ആൻഡ് ടു ബി ക്യാരിഡ് ഓൺ ഡ്യൂറിങ് നെക്സ്റ്റ് 12 months ഇൻ ദി കേസ് ഓഫ് അതേഴ്സ്. എക്സിസ്റ്റിംഗ് ഫാക്ടറിയിലാണെങ്കിൽ 12 മാസം കഴിഞ്ഞ് ലാസ്റ്റ് 12 മാസമായിട്ട് എന്താണ് അവിടെ ഏത് മാനുഫാക്ചറിങ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. അതല്ല, ഇനി പുതിയതായി തുടങ്ങാൻ പോകുന്നതാണെങ്കിൽ ഇനിയുള്ള 12 മാസം എന്ത് ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് പവർ ടു ബി യൂസ്, ദാറ്റ് ഈസ് ടോട്ടൽ റേറ്റഡ് ഹോഴ്സ് പവർ ഇൻസ്റ്റോൾ ഓർ ഗോയിങ് ടു ഇൻസ്റ്റോൾ. ഏത് പവറാണ് യൂസ് ചെയ്യുന്നത്, എത്രത്തോളം പവറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പവറോളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ദീസ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദി റിട്ടൺ നോട്ടീസ്. നെക്സ്റ്റ്, നെയിം ഓഫ് ദി ഫാക്ടറി മാനേജർ, ഫാക്ടറി മാനേജറുടെ പേര് മെൻഷൻ ചെയ്യണം. ആൻഡ് ദ ആബ്സെൻസ് ഓഫ് എ പേഴ്സൺ ഡിസൈനഡ് മാനേജർ ദ ഒക്കുപ്പയർ ഷാൽ ബി ഡീംഡ് ടു ബി ദ മാനേജർ. ആ മാനേജർ ഇല്ലെങ്കിൽ ഒക്കുപ്പയർ ആയിരിക്കും ആ മാനേജറിൻ്റെ പോസ്റ്റ് ഫിൽ ചെയ്യാൻ പോകുന്നത് ഇൻ കേസ് എനി ലീവ് എടുക്കുന്ന ടൈം. Next, the number of workers required. Average workers employed in the factory during last 12 months for existing factory and to be employed during the next 12 months in case of others. എക്സിസ്റ്റിംഗ് ഫാക്ടറിയിലാണെങ്കിൽ കഴിഞ്ഞ 12 മാസമായിട്ട് എത്ര വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതല്ല പുതിയതാണെങ്കിൽ ഇനിയുള്ള 10-12 monthsലേക്ക് എത്ര പേരെയാണ് നമ്മൾ ഒക്കുപ്പൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എസ്റ്റിമേറ്റ്. ദീസ് ആർ റിക്വയർഡ് ടു ബി റിട്ടൺ ഇൻ ദി നോട്ടീസ് ഗിവൺ ടു ദ Chief Inspector by the occupier. ഇതാണ് നോട്ടീസ് ഓഫ് ഒക്കുപ്പയർ ഇൻ ദ സെഷൻ 7.1. Now, who is an inspector and in which session it is discussed? Inspector is discussed in the session 8 and he can be a person who may enter any factory and may take or make examination of premises, plant, machinery and any other document related to factory. ഏത് ഫാക്ടറി കയറി ചെല്ലാൻ പറ്റുന്ന, ഏത് ഫാക്ടറിയുടെ എക്സാമിനേഷൻ, പ്രിമൈസിൻ്റെയും പ്ലാന്റിൻ്റെയും മെഷീനറിയുടെയൊക്കെ എക്സാമിനേഷൻ നടത്താൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ്സ് ചീഫ് ഇൻസ്പെക്ടർ ആൻഡ് അതർ ഇൻസ്പെക്ടേഴ്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ് by notice in the official gazette appoints such person who have the prescribed qualification and may assign them such local limits as they think fit. Similarly, the state government by notification in the official gazette appoint many additional chief inspectors, joint inspectors, deputy chief inspector and as other officers as it think fit to assist the chief inspector duly empowered.
നോർമലി ഒരു ഗസറ്റ് ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു ചീഫ് ഇൻസ്പെക്ടറിനെ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും. സിമിലർലി ഒഫീഷ്യൽ ഗസറ്റ് വഴി തന്നെ ജോയിൻറ്റ് ഇൻസ്പെക്ടേഴ്സിനെയും ഡെപ്യൂട്ടി ചീഫ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സിനെയും ഗവൺമെൻറ് എംപ്ലോയ് ചെയ്യും. These are the inspectors discussed in the session 8. And every district magistrate shall be an inspector of his or her district. എല്ലാ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും അവരുടെ ഇൻസ്പെക്ടർ. ഡിസ്ട്രിക്റ്റിൻ്റെ ഹിസ് ഓർ ഹെർ ഡിസ്ട്രിക്റ്റിൻ്റെ ഇൻസ്പെക്ടർ ആയിരിക്കും. നെക്സ്റ്റ്, the power to require medical examination. Any person working in a factory without a certificate of witness. ഒരു ഇൻസ്പെക്ടറിന് ഒരു ഒപ്പീനിയൻ തോന്നുന്നതാണ്. ബിഫോർ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻസ്പെക്ടർ ആരായിരുന്നു. അപ്പം ഇൻസ്പെക്ടറിന് തോന്നുന്നതാണ് ഒരു പുതിയൊരാൾ അല്ലെങ്കിൽ എനി പേഴ്സൺ വർക്കിംഗ് ഇൻ ദ ഫാക്ടറി വിത്തൗട്ട് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, അയാളുടെ കയ്യിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കേസിൽ ഇൻസ്പെക്ടറിന് പവറുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ. Next, in the case a young person working in a factory with a certificate of fitness is no longer fit to work. ഇപ്പോൾ അയാൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അയാൾ ഫിറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇൻ ദോസ് കേസസ് ടു ഹി ഹാസ് ദ പവർ. ഹു? ചീഫ് ഇൻസ്പെക്ടർ ഹാസ് ദ പവർ ടു റിക്വയർ മെഡിക്കൽ എക്സാമിനേഷൻ. ആൻഡ് ഇൻ ദാറ്റ് കേസ് എന്താ ചെയ്യേണ്ടത്? The inspector may issue or serve notice on the manager of the factory to conduct the medical examination. ഇൻസ്പെക്ടർ മാനേജറിനെ അറിയിക്കണം ഇങ്ങനെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ തരണം ബൈ എ സർട്ടിഫൈഡ് സർജൻ ടു അസസ് ദ ഫിറ്റ്നസ് ആൻഡ് ഇഷ്യൂ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ദി പേഴ്സൺ. അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ ഫിറ്റ് അല്ലാന്ന് തോന്നിയ ഒരാൾക്കോ അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലയെന്ന് തോന്നിയ ഒരാളെ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അയാൾക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണമെങ്കിൽ the chief inspector should notice the manager to conduct the medical examination by a certifying surgeon. So next നമ്മൾ അറിയേണ്ടത് who is a certifying surgeon ആയിരിക്കും. He will be appointed by the state government. അത് ഷുവറാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ആളായിരിക്കും. and no role in the process of business. He will be not involved in any of the process of business. He has the duties in connection with ബിസിനസ്സിലൊരു ഡ്യൂട്ടി ഇല്ല, അതിലൊരു റൈറ്റും ഇല്ലെങ്കിൽ ഹി ഹാസ് മെനി അതർ ഡ്യൂട്ടീസ് ലൈക്ക് എക്സാമിനേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് യങ് പേഴ്സൺ, എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ ഫാക്ടറി ദാറ്റ് ഈസ് ഡേഞ്ചറസ് കണ്ടീഷൻ, മെഡിക്കൽ സൂപ്പർവിഷൻ വേർ കേസ് ഓഫ് ഇൽനെസ് ഡ്യൂ ടു നേച്ചർ ഓഫ് ജോബ് ഓർ ഓക്കുപേഷണൽ ഡിസീസ്. ഇങ്ങനെയുള്ള എല്ലാ ഡ്യൂട്ടീസും ഒരു സർട്ടിഫയിങ് സർജനുണ്ട്. യങ് പേഴ്സൺ എക്സാമിൻ ചെയ്യുക, സർട്ടിഫൈ ചെയ്യുക, ഫാക്ടറിയിൽ ഡേഞ്ചറസ് സിറ്റുവേഷനിലിരിക്കുന്ന ഒരാളെ എക്സാമിൻ ചെയ്യുക. സിമിലർലി മെഡിക്കൽ സൂപ്പർവിഷൻ ഇൻ കേസ് ഇൽനെസ് ഡ്യൂ ടു നേച്ചർ ഓഫ് ജോബ്. ചില ജോബിലൂടെ നമുക്ക് കുറേ അസുഖങ്ങളുണ്ടാവും, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരെ ട്രീറ്റ് ചെയ്യുക, അവരുടെ മെഡിക്കൽ സൂപ്പർവിഷൻ. ദീസ് ആർ ദി ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദി സർട്ടിഫയിങ് സർജൻ. സോ മൂവിങ് ഓൺ ടു ഇപ്പം നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് what is a factory, then the process of manufacturing, then who is a worker, and workerle thanne adult, adolescent, child, young person we were discussing. Then the later the period, calendar day, day and week, then aid of power or human for motion, in power, prime mover and machinery. Then machinery, who is an occupier, what is relay and shift, what is the time of day. Then later approval, licensing and registration of factory, and last the notice of occupier, and later who is inspector, what are the powers of the inspector, who is responsible for conducting the medical examination, like that. Now moving on to the provision regarding the health. Provision regarding the health ഒരു important topic ആണ്, and in which the first one is cleanliness, which is mentioned in the session 11. Every factory shall be kept clean or free from waste arising from any drain, privy or the nuisance. Always ഒരു ഫാക്ടറി ക്ലീൻ ആയിരിക്കണം, ഒരു അസുഖം ഉണ്ടാവാതെ ക്ലീൻ ആയിരിക്കണം. For which we want to see these things: removal and disposal of dirt and refuse from floors, benches, etc. every day. ഒരു ഡേർട്ടും ഉണ്ടാവുന്നത്, ഒരു ഡേർട്ടും ഫ്ലോറിലോ ബെഞ്ചിലോ ഉണ്ടാവരുത്.
Next, washing of floors of workrooms at least every week by using disinfectant. ഒരു ഓഫീസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻ എ വീക്ക് ഡിസിൻഫെക്റ്റൻ്റ് കൊണ്ട് ഫ്ലോർ വാഷ് ചെയ്യുക. തേർഡ്, എഫക്റ്റീവ് മീൻസ് ഓഫ് ഡ്രെയിനേജ് ടു അവോയ്ഡ് കളക്ഷൻ ഓഫ് വാട്ടർ എക്സെട്ര ഓൺ ദി ഫ്ലോർ. മര്യാദയ്ക്കുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരിക്കണം, അതർവൈസ് ദ വാട്ടർ ലോക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവും, അങ്ങനെ ഹെൽത്ത് എഫക്റ്റഡ് ആവും, ബിക്കോസ് മെനി ഡിസീസസ് വിൽ ബി സ്പ്രെഡ് ബൈ ദി ലോക്ക്ഡ് വാട്ടർ. Next, disposal of waste and effluents, which is mentioned in this session 12. First one, cleanliness ആയിരുന്നു. ഇനി disposal of waste and effluents. Effective arrangement should be made in the factory for the treatment of waste, effluent, etc. resulted during the manufacturing process so as to render them harmless and for their disposal. ഡിസ്പോസൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സെഷൻ 12-നാണ്. എപ്പോഴും ഒരു ഫാക്ടറിയിൽ എഫക്റ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കണം ആ വേസ്റ്റിൻ്റെ പ്രോപ്പർ ഡിസ്പോസൽ. In that case, disposal ചെയ്തിട്ടില്ലെങ്കിൽ it could be harmful for the people. This is mentioned in the disposal of waste and effluents in session 12. Next, the ventilation and temperature. In the session 13, ventilation and temperature, there should be an effective and suitable provision of ventilation and temperature in every factory. That is for എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എയർ സർക്കുലേഷൻ, ടു പ്രൊവൈഡ് കണ്ടീഷൻ ഓഫ് കംഫർട്ട് ആൻഡ് പ്രിവെൻറ്റ് എനി ഇഞ്ചുറി ടു ഹെൽത്ത് ഓഫ് വർക്കേഴ്സ്. ദ ടെമ്പറേച്ചർ മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ഇൻസുലേറ്റിംഗ് ദ ഹോട്ട് പാൻസ് ഓഫ് ദി വർക്ക് റൂം. എപ്പോഴും വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ നോക്കേണ്ടതാണ്, വിച്ച് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 13. There should be proper air circulation and it should provide condition of comfort and prevent any injury to health of workers. Next, the dust and fumes. It is mentioned in this session 14. An employer shall take necessary steps to keep work room free from dust and fumes. Employer എപ്പോഴും അയാളുടെ ഓഫീസ് റൂം ക്ലീൻ ഫ്രം ഡസ്റ്റ് ആൻഡ് റൂം ആണോ എന്ന് നോക്കണം. ഇഫ് നെസറി യൂസ് ഓഫ് എക്സോസ് ആപ്ലിക്കൻസ് ക്യാൻ ബി ഡൺ, ഇറ്റ് ഷാൽ ബി അപ്ലൈഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ദ ഒറിജിൻ ഓഫ് ഡസ്റ്റ്, ഫ്യൂം ഓർ അതർ ഇംപ്യൂരിറ്റി ആൻഡ് സച്ച് പോയിന്റ് ഷാൽ ബി ഇൻക്ലൂഡ് സോ ഫാർ ആസ് പോസിബിൾ. ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റൂംസ് ഭയങ്കര ക്ലീനാക്കി വയ്ക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ്. And the next one is artificial humidification, which is mentioned in the session 15. In factories where humidity of air is artificially increased, normal humidification illengi, we will be forced to include humidity, that is artificial humidity. It can be done by prescribing standard of humidification. Which standard lana humidification വേണ്ട എന്നുള്ളത് we should be prescribed. Second, regulating the method of artificially increasing humidity. എങ്ങനെയൊക്കെയാണ് humidity increase ചെയ്യുക? It should be there. Then directing the prescribed test for determining the humidity. ഏതൊക്കെ ടെസ്റ്റാണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ? Prescribing the method for achieving the adequate ventilation and cooling the air in the work form. ഏത് മോഡ് വെച്ചാണ് നമുക്ക് വെന്റിലേഷൻ അഡ്യൂക്കേറ്റ് ആക്കാൻ പറ്റുന്നത്? These should be included in the artificial humidification which is mentioned in session 15. പിന്നെ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ വേറെ നോക്കേണ്ടത്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ ഓൾവേസ് ഷുഡ് ബി ക്ലീൻ, ദാറ്റ് ഈസ് ഓഫ് ദി ഡ്രിങ്കിങ് വാട്ടർ. കുടിക്കുന്ന വെള്ളം കൊണ്ടായിരിക്കണം ഹ്യൂമിഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള വെള്ളം. ദീസ് ആർ മെൻഷൻഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. ടുഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൊഡ്യൂൾ 2 ആയിരുന്നു. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ് വാട്ട് ഈസ് ഫാക്ടറി ആക്ട്, ദെൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ്, then what is the definition of factory, where it is not applicable, then what are the conditions for a factory, then what is the process of manufacturing, its session, that is session 2K, then who is a worker and what are its classification and their sessions, then what is the period of duration and it is of 3 calendar days, day and week with the session names, then the aid of power for human for motion, then machinery, occupier, relay and shift, relays to time of day, then what is the approval and licensing and registration procedure, then the notice by the occupier, the inspector, the certifying surgeon who has the power to for medical examination, and last the provisions regarding the health. It is not complete. We have discussed only cleanliness, disposal of waste and effluents, ventilation, dust and fumes and artificial humidation. ഇനിയുള്ള ബാക്കി
ഇനിയുണ്ട്. സോ ഇറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദ കമ്മിങ് സെഷൻ. ഇന്ന് ഇത്രയാണ് നമ്മളുടെ പോർഷൻ വരുന്നത്. ഫോർ വിച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, in this slide I have just mentioned what is the aid of power for human motion and what is machinery. So ഇതിനൊരു deep description ഇല്ല. So you want to see these notes. ഇതിനുള്ള description in what is mentioned in the power, what is mentioned in the prime mover and what is mentioned in the transmission machinery. അതേപോലെ തന്നെ occupier, relay and shift, reference to time and day. ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് നോട്ടാണ് ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി നോക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡു മെസ്സേജ് മീ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.